ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പറയുന്നത് കേരള ചിട്ടി ആക്ടിൻ്റെ ചില പ്രൊവിഷൻസാണ്. സർക്കാർ നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. കേരള ചിട്ടി ആക്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ പഠിക്കുന്നത്. അതെല്ലാം നമ്മളറിയാം. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ സിവിൽ പ്രൊസീജിയർ കോഡും അതേപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും അതിൻ്റെ ചില പ്രൊവിഷൻസാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇനി അതേപോലെ തന്നെ കേരള ചിട്ടി ആക്ട് 1975. The Kerala Chitti Act came into force in 1975 and it extended to the whole state of Kerala. Whenever a person is conducting chitti, the permission from the registrar appointed for the purpose should be obtained. That in order to start a chitti, then as per the provisions of this Kerala Chitti Act, permission from the registrar is required. As per the provisions of this act, a registrar is appointed by the government for the purpose of registration of the chitti, and after getting the permission, the application should be submitted to the registrar along with the permission and variola. Then before starting the chitti, the permission should be obtained, and after getting this permission, the application should be submitted to the registrar along with the permission already received and variola. Variola means the agreement. Variola means the agreement between the foreman and subscribers. Foreman means the person who conducts the chitti is known as the foreman, and subscribers. Subscribers-ഉം ഫോർമാൻ നമ്മൾ എഗ്രിമെൻറ്റ്, അതായത് ചിട്ടി ഡീഡിനാണ് നമ്മൾ പാർട്ട്ഷിപ്പ് ഡീഡ് എന്നൊക്കെ പറഞ്ഞ പറയുന്നത്. ചിട്ടിയുടെ എഗ്രിമെൻ്റ് ആണെന്ന് പറയുന്നത് വാരിയോള എന്ന് പറയുന്നത്. അത് നമ്മൾ ലാസ്റ്റ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. The person who conducted the chitti, that is, before that, after getting the permission, application should be submitted to the registrar along with the permission and variola. The registration particulars are mentioned in the section 8 of the Kerala Chitti Act. Kerala Chitti Act in section 8 ആണ് registration, chitti registration ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. And the person who conducted the chitti is called foreman. The person who conducted the chitti is known as the foreman. And variola means the document containing the articles of agreement between the foreman and subscribers relating to the chitti. അപ്പോൾ അതായത് foreman means the person who conducted the chitti, and variola means the deed of agreement between document containing the articles of agreement between foreman and subscribers to the chitti. Okay, subscribers means the person who പർച്ചേസ് ചിട്ടി അല്ലേ, ഹു ജോയിൻ എ പർട്ടിക്കുലർ ചിട്ടി അല്ല, ചിട്ടി ചേരുന്നവരാണെന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫോളോയിങ് പേഴ്സൺസ് ആൻഡ് ബോഡീസ് ആർ നോട്ട് റിക്വയർഡ് പെർമിഷൻ ടു കണ്ടക്ട് ദി ചിട്ടീസ് അല്ലേ. നമ്മൾ പറഞ്ഞതാണ് ചിട്ടി കണ്ടക്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം നമ്മൾ പറഞ്ഞു. ചില കേസുകളിൽ ഈ പെർമിഷൻ ആവശ്യമില്ല. ഏതൊക്കെ കേസാണ്? ഒരു ഗവൺമെൻറ് കമ്പനി, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി, എ ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് എ നാഷണലൈസ്ഡ് ബാങ്ക്. ഇൻ ദീസ് കേസസ് ദ പ്രയർ പെർമിഷൻ ഈസ് നോട്ട് റിക്വയർഡ് ടു സ്റ്റാർട്ട് എ ചിട്ടി. ഓക്കെ, and some provisions of this act. ചിട്ടി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നുള്ളതാണ് നമ്മൾ അതിൽ നെക്സ്റ്റ് പറയുന്നത്. ചിട്ടി എമൗണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പ്രൈസ്ഡ് സബ്സ്ക്രൈബേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിസ്കൗണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ 1 lakh rupees ചിട്ടി എമൗണ്ട് എങ്കിൽ 1 lakh rupees ചിട്ടി എമൗണ്ട് എങ്കിൽ അതിൽ മേ ബി ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട് വിചാരിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ചിട്ടിയുടെ കേസിൽ എന്താണ് 30% ഡിസ്കൗണ്ട്, 35% വരെ ഡിസ്കൗണ്ട് ആവാം. കേരള ചിട്ടി ആക്ട് പ്രകാരം 35% വരെ 35% വരെ ഡിസ്കൗണ്ട് ആവാം എന്നുള്ളതാണ് പ്രൊവിഷൻ. ഇനി ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ചിട്ടിക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബാക്കി 70,000 റുപ്പീസാണ് എന്ത് ചെയ്യുന്നത്, 70,000 റുപ്പീസാണ് ചിട്ടി വിളിക്കുന്ന വ്യക്തിക്ക് കിട്ടുക. ഓക്കെ, 30% ഡിസ്കൗണ്ടിലാണ് വിളിച്ചതെങ്കിൽ. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ KSFE പോലെയുള്ള നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചിട്ടി കണ്ടക്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, KSFE. ഓക്കെ, അപ്പോൾ ഈ KSFEയുടെയൊക്കെ ചിട്ടികളിൽ നമുക്കറിയാം എന്താണ് 30% ഡിസ്കൗണ്ട് അല്ലേ, നറുക്കാണ്. ആദ്യം ഒന്നിലധികം സബ്സ്ക്രൈബേഴ്സ് അതിന് ചിട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചിട്ടി നറുക്കിടുകയെന്ന് 30% വിളിക്കാൻ തയ്യാറുള്ളവർ എന്ത് ചെയ്യുക, 30% വിളിക്കാൻ തയ്യാറായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എന്ത് ചെയ്യുക, നറുക്കിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരാണ് വിന്നിങ് സബ്സ്ക്രൈബറെ പ്രൈസ്ഡ് സബ്സ്ക്രൈബർ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും,
30% ആണ് ഡിസ്കൗണ്ട്. നമുക്ക് 70,000 റുപ്പീസാണ് എന്ത് ചെയ്യുക നമുക്ക് ചിട്ടി എമൗണ്ടായിട്ട് കിട്ടുക. ബാക്കി 30,000 ഡിസ്കൗണ്ട് ആണ്. ദെൻ ദിസ് ഡിസ്കൗണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ ദി സബ്സ്ക്രൈബേഴ്സ്. എന്ത് ചെയ്യുക, ഈ 30,000 റുപ്പീസ് എന്ത് ചെയ്യും, എല്ലാവർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ വീതപ്പലിശ, നമ്മൾ ലാസ്റ്റ് ഒരു ടേം അതിൽ പറയുന്നുണ്ട്, വീതപ്പലിശ. ഈ 30,000 എന്ത് ചെയ്യും, എല്ലാ സബ്സ്ക്രൈബേഴ്സിന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് വീതപ്പലിശ. ഇനി ചിട്ടി എമൗണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പ്രൈസ് സബ്സ്ക്രൈബേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഡിസ്കൗണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, എത്രയാണോ ഡിസ്കൗണ്ട്, ഇപ്പോൾ 30%, ചില കേസിൽ എന്താണ്, ചിലപ്പം പിന്നെ 20% ആവാം, ചില കേസിൽ 25% ആവാം. എത്രയാണോ ആ ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എന്ത് ചെയ്യും, സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കും. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഈസ് ലിമിറ്റഡ് ടു 35% ഓഫ് ദി ചിട്ടി എമൗണ്ട്. ഓക്കെ, ബിഫോർ ദാറ്റ് ഡിസ്കൗണ്ട് ഓഫ് എ ചിട്ടി എമൗണ്ട് ഓഫ് ആൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ പ്രൈസിങ് ഓഫ് ദി ചിട്ടി ബൈ ദി സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ പറഞ്ഞല്ലേ, സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ഡിസൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചില കേസിൽ എന്താണ്, ദെൻ ഒന്നിലധികം സബ്സ്ക്രൈബേഴ്സ് 30% 35%-ന് മാക്സിമം ഡിസ്കൗണ്ടിൽ ദെൻ ചിട്ടി വിളിക്കാനുണ്ട്. എന്ത് ചെയ്യുക, അവരെ നറുക്കിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസിൽ സബ്സ്ക്രൈബറെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഈസ് ലിമിറ്റഡ് ടു 35% ഓഫ് ദി ചിട്ടി എമൗണ്ട് അണ്ടർ സെക്ഷൻ 7(4) ഓഫ് ദി ആക്ട്. എന്ത് ചെയ്യുക, എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് എത്രയാണ്, മാക്സിമം 35% ആണ്. കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഓഫ് ദി ഫോർമാൻ ഈസ് ലിമിറ്റഡ് ആസ് പെർ സെക്ഷൻ 16 ടു ആൻ എമൗണ്ട് നോട്ട് എക്സീഡിങ് 5% ഓഫ് ദി ചിട്ടി എമൗണ്ട്. അപ്പോൾ ഫോർമാൻ്റെ കമ്മീഷൻ, ചിട്ടി നടത്തുന്ന ആളുടെ കമ്മീഷൻ അല്ലേ, 5% കൂടാൻ പാടില്ല. ചിട്ടി എമൗണ്ടിൻ്റെ 5% കൂടാൻ പാടില്ല. ഇപ്പോൾ 1 റുപ്പീസിൻ്റെ ചിട്ടി ആണെങ്കിൽ കമ്മീഷൻ 5,000 റുപ്പീസ് ആയിട്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5% നോട്ട് എക്സീഡ് 5% ഓഫ് ദി ചിട്ടി എമൗണ്ട്. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫോർമാൻസ് കമ്മീഷൻ ഫ്രം ദി ഡിസ്കൗണ്ട് ദ ബാലൻസ് എമൗണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി സബ്സ്ക്രൈബേഴ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി അപ്പോൾ നമുക്കറിയാം ചിട്ടി എമൗണ്ട് വരുമ്പോൾ എന്താണ്, ചിട്ടിയുടെ കേസിൽ ഇതാണ്, നമ്മളിപ്പോൾ പിന്നെ മന്ത്ലി ഇപ്പോൾ 10,000 റുപ്പീസ് വെച്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ 10,000 റുപ്പീസാണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, 10,000 റുപ്പീസിൻ്റെ 50 ടൈംസ് 50 തവണയുള്ള ചിട്ടിയാണെങ്കിൽ, അല്ലേ, നമുക്കറിയാം 50 തവണയുള്ള ചിട്ടിയാണെങ്കിൽ 10,000 റുപ്പീസ് ആണെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. 5 lakh റുപ്പീസ്, 10,000 റുപ്പീസ് വീതം 50 തവണ 5 lakh റുപ്പീസ് ആയിരിക്കും ചിട്ടി എമൗണ്ട്. ചിട്ടി എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ഓരോ മാസവും നമ്മൾ 50 തവണ 10,000 രൂപ വീതം ചിട്ടി എമൗണ്ട് അടയ്ക്കണം. ഓക്കെ, ഇനി തവണ 50,000. അപ്പോൾ നമുക്കതിൽ ലാഭം എന്ന് പറയുന്നത് എന്താണ്, ഈ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കൗണ്ട് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ അത് 50,000 റുപ്പീസിനാണ് ഡിസ്കൗണ്ട് വിളിച്ചതെങ്കിൽ 50,000 റുപ്പീസാണ് ഡിസ്കൗണ്ട് വിളിച്ചതെങ്കിൽ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടയ്ക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഈ 50,000 റുപ്പീസ് എല്ലാ 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 50 സബ്സ്ക്രൈബേഴ്സിന് എന്ത് ചെയ്യുക, 1,000 റുപ്പീസ് വീതം അവിടെ ദെൻ ലാഭമുണ്ട്, ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടും. ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ട് ബാലൻസ് എമൗണ്ടാണ് അടുത്ത തവണ അടയ്ക്കേണ്ടത്. 10,000 അടയ്ക്കേണ്ടത് 9,000 രൂപ, 9,000 റുപ്പീസാണ് നെക്സ്റ്റ് ടൈമിന് സബ്സ്ക്രൈബേഴ്സ് അടയ്ക്കേണ്ടത്. 10,000-ത്തിന് സ്ഥാനത്ത് 9,000 രൂപ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ 1,000 റുപ്പീസ് അവിടെ കിട്ടി. ഇനി അതേപോലെ രണ്ടാമത്തെ കേസ്, അടുത്ത പിന്നെ തവണയും എത്രയാണോ ഡിസ്കൗണ്ട് ഉള്ളത് ആ ടോട്ടൽ ഡിസ്കൗണ്ടിനെ സബ്സ്ക്രൈബേഴ്സിനിടയിൽ ഡിവൈഡ് ചെയ്യും. ആ എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമേ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കേണ്ടതുള്ളൂ. അല്ല KSF പോലുള്ള പിന്നെ ചിട്ടികൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്കറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം നോക്കാം, വാരിയോള മീൻസ് ഇറ്റ് ഈസ് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ആർട്ടിക്കിൾസ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഫോർമാൻ ആൻഡ് സബ്സ്ക്രൈബേഴ്സ് റിലേറ്റിംഗ് ടു ദി ചിട്ടി. അപ്പോൾ വാട്ട് ഈസ് വാരിയോള, അതുപോലെ വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് ദി വാരിയോള നമ്മളിവിടെ ഓർമ്മിച്ച് വെക്കണം, അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോർമാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ചിട്ടി സബ്സ്ക്രൈബേഴ്സും നമ്മൾ ഡീൽ ഓഫ് എഗ്രിമെൻറ്റാണെന്ന് പറയുന്നത് വാരിയോള എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡീൽ ഓഫ് എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ ഫോർമാൻ ആൻഡ് സബ്സ്ക്രൈബേഴ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫോളോയിങ്. ഓക്കെ, വാരിയോള കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് എവരി സബ്സ്ക്രൈബേഴ്സ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് എവരി സബ്സ്ക്രൈബേഴ്സ്, എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരും അഡ്രസ്സും ഉണ്ടാവും. ദെൻ ദ നമ്പർ ഓഫ് ടിക്കറ്റ്സ് ഹെൽഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ, അല്ലേ, ഒരാൾക്ക് ഒന്നിലധികം ടിക്കറ്റ് വാങ്ങാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എത്രയാണ്, 10,000 രൂപയുടെ 50 ടിക്കറ്റാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരാൾക്ക് ഒന്നിലധികം ടിക്കറ്റ് വാങ്ങാം, അല്ല ഒന്നിലധികം ചിട്ടിയിൽ ഒരേ സമയത്ത് ചേരാം. ഒരേ ചിട്ടിയിൽ തന്നെ ഒന്നിലധികം യൂണിറ്റ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ദ നമ്പർ ഓഫ് ടിക്കറ്റ് ഹെൽഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബേഴ്സ്.
തേർഡ് വൺ ദി എമൗണ്ട് ഓഫ് ദി ടിക്കറ്റ്. നമ്മൾ പറഞ്ഞ പ്രകാരം ഒരു ടിക്കറ്റിൻ്റെ എമൗണ്ട് 10,000 റുപ്പീസാണ് അല്ലേ, ഒരു തവണ 10,000 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ടിക്കറ്റ്. ദെൻ ദ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആൻഡ് എമൗണ്ട് പേയബിൾ ഫോർ ഈച്ച് ടിക്കറ്റ്. ഓക്കെ, നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ, നമ്മൾ പറഞ്ഞ 50 ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ, എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കേണ്ട എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ദി ഡേറ്റ് ഓൺ വിച്ച് ദ ചിട്ടി ഈസ് ടു ബിഗിൻ ആൻഡ് ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ടെർമിനേറ്റ്. ചിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ചിട്ടി അവസാനിക്കുന്നതാണ്, അത് വാരിയോട് പറയും. ദെൻ ദ മോഡ് ഓഫ് അസർട്ടൈനിങ് ദ പ്രൈസ് വിന്നർ അറ്റ് ദി സക്സസീവ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. എങ്ങനെയാണ് പ്രൈസിൽ സബ്സ്ക്രൈബേഴ്സ് വിന്നേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്, ദ മോഡ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ചില കേസ് ഏതാണെന്ന് പറഞ്ഞില്ല, ഡിസ്കൗണ്ട് വിളിക്കുകയാണ്, ചില കേസ് ലോട്ടാണ്, നറുക്കിടുകയാണ്, ഏത് രീതിയിലാണെന്നുള്ളത് അതിൽ വാരിയോളിൽ പറയും. ആൻഡ് സെവൻത് വൺ ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് വിച്ച് എ പ്രൈസ് വിന്നർ ഫോർഗോ അറ്റ് എനി ഇൻസ്റ്റാൾമെൻറ്റ്. എത്രയാണ് ഡിസ്കൗണ്ട് എന്നുള്ളതും പറയും. ദെൻ ദ ടൈം ആൻഡ് പ്ലേസ് അറ്റ് വിച്ച് ദ ചിട്ടി ഈസ് ടു ബി കണ്ടക്ട്. ചിട്ടി നടത്തുന്ന സമയം എത്ര, ഏത് ദിവസമാണ് അല്ലെ, എവിടെ വെച്ചാണെന്നുള്ളതും കൃത്യമായിട്ടും പറയും. ദെൻ ദി അപ്രൂവ്ഡ് ബാങ്ക്സ് ഓർ ബാങ്ക്സ് ഇൻ വിച്ച് ദ മണി ഷാൽ ബി ഇൻവെസ്റ്റഡ് ബൈ ദി ഫോർമാൻ. ഏത് ബാങ്കാണ്, ചിട്ടിയുടെ ഏത് ബാങ്കാണെന്നുള്ളത് പറയും. മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് ബാങ്കിലാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് വാരിയോളിൽ പറയും. ദി കണ്ടീഷൻസ് അണ്ടർ വിച്ച് എ സബ്സ്ക്രൈബർ വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡിഫോൾട്ടിംഗ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ചില കേസിൽ ഏതാണ്, നമ്മൾ ചിട്ടിയിൽ ചേർന്നതിന് ശേഷം ചെറിയ കേസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, 1-2 ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ അടച്ചതിന് ശേഷം ഡ്യൂ ടു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അല്ലേ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ദെൻ ഓർ ദി സബ്സ്ക്രൈബർ ഫെയിൽസ് ടു remit the chitti amount. In this case, then the variola specifically mentioned when a person or subscriber is treated as a defaulter. ഇനി സാധാരണ കേസ് എന്ത് ചെയ്യാണ്, സാധാരണ കേസിൽ 3 തവണ തുടർച്ചയായിട്ട് ചിട്ടി എമൗണ്ട് ഒരാൾ അടച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിഫോൾട്ടറായിട്ട്, അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വ്യത്യാസം വരും, ഡിഫോൾട്ടർ ആവും. അല്ല അയാളെ ആ ചിട്ടിയിൽ നിന്ന് എന്ത് ചെയ്യും, ഒഴിവാകും. ഇനി അയാൾക്ക് അടച്ച എമൗണ്ട് ചിട്ടി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം, ഇപ്പോൾ 50 തവണയ്ക്ക് ശേഷം മാത്രം ആ അടച്ച എമൗണ്ട് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ ഏത് കേസിലാണ് ഒരു സബ്സ്ക്രൈബറെ ഡിഫോൾട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളത് വാരിയോളിൽ പറയും. ദെൻ ദ നെയിം ഓഫ് ദി നോമിനി ഓഫ് ദി സബ്സ്ക്രൈബേഴ്സിന് നോമിനി ഡീറ്റെയിൽസ് ഉണ്ടാവും, വാരിയോളിൽ പറയും. ദെൻ ദ ബുക്സ് മെയിൻറ്റൈൻഡ് ബൈ ദി ഫോർമാൻ കീപ്പ് ചെയ്യേണ്ട രജിസ്റ്റർ ഉണ്ടാവും, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ചിട്ടി മിനിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി രജിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതും വാരിയോളിൽ പറയും. ഓക്കെ, ദീസ് ആർ ദി കണ്ടന്റ് ഓഫ് ദി വാരിയോള. വാരിയോള മീൻസ് ദ ഡീൽ ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി ഫോർമാൻ ആൻഡ് ദി subscriber. Foreman means the person who conduct the chitti is known as the foreman. Subscribers means the person who join the chitti. Okay, these are the content of the variola. And one more small topic known as Veedapalisha. Already പറഞ്ഞല്ലേ, Veedapalisha means the share of the subscriber in the discount available under the variola for a rateable distribution among the subscribers at each installment of the chitti. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന ഡിസ്കൗണ്ടിൻ്റെ ഷെയറിനാണെന്ന് പറയുന്നത് വീതപലിശ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആദ്യത്തെ ചിട്ടി എമൗണ്ട് വിളിച്ചു, പിന്നെ 50,000 റുപ്പീസാണ് ഡിസ്കൗണ്ട്, 50,000 റുപ്പീസാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് 50 സബ്സ്ക്രൈബേഴ്സാണുള്ളതെങ്കിൽ എന്ത് ചെയ്യും, 50 സബ്സ്ക്രൈബേഴ്സിനും 1000 രൂപ വീതം ഡിസ്കൗണ്ട് ലഭിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് വീതപലിശ. യൂഷ്വലി ദാറ്റ് എമൗണ്ട് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദി നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അല്ലേ, നെക്സ്റ്റ് ദെൻ ചിട്ടി എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത തവണയിലാണ് സാധാരണ എക്സ്ട്രാ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 10,000 കൊടുക്കേണ്ട സ്ഥാനത്ത് അടുത്ത തവണ 9,000 റുപ്പീസ് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ദ പാർട്ട് ഓഫ് ദി ഡിസ്കൗണ്ട് ഈസ് നോൺ ആസ് ദി വീതപലിശ. ഓക്കെ, ദീസ് ആർ ദി സം പ്രൊവിഷൻസ് റിലേറ്റഡ് ടു കേരള ചിട്ടി ആക്ട് ആസ് പെർ അവർ സിലബസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേരള ചിട്ടി ആക്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.